ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. പോഡ്കാസ്റ്റ് ബൈ നിഷ് ജോർജ്, സീസൺ 1 എപ്പിസോഡ് 10 ആണ് ഇന്ന്. ഇന്ന് റാൻഡം ആയിട്ടൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ് വന്നത്. ഇത് റാൻഡം ടോപ്പിക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കാം, ഓക്കെ ഇന്ന് ഞാൻ എന്തായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അല്ലേ. അപ്പം കഴിഞ്ഞ ദിവസം യാദൃശ്ചികമായിട്ട് നമ്മുടെ ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണിത്. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ചിന്തിക്കുന്നതാണ് ഇതിനെപ്പറ്റി ഒന്ന് പറയണം എന്നിങ്ങനെ ഓർത്തു. ലിപ്സ്റ്റിക്. അപ്പൊ ഈ ലിപ്സ്റ്റിക്കിൽ എന്ത് കാര്യം എന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ലിപ്സ്റ്റിക്കിൽ ഒരു കാര്യം എനിക്കിത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലിപ്സ്റ്റിക് കൊണ്ട് നമ്മളുടെ ഒരു ക്യാരക്ടർ മറ്റുള്ളവർ അളക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലിപ്സ്റ്റിക് കൊണ്ട്. ഞാനിത് കേട്ടപ്പോൾ വണ്ടർ അടിച്ചു പോയി. ഓ, ഇങ്ങനെ ആൾക്കാർ ചിന്തിക്കുവോ? കാരണം എനിക്കിതൊരു പുതിയ നോളജാണ്. നമ്മളുടെ ഒരു ലിപ്സ്റ്റിക്കിൽ ഒരു കാര്യമുണ്ടോ എന്ന് പെട്ടെന്ന് ഒരു ടോപ്പിക് ഇടാം, അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാമെന്ന് ഞാൻ ഓർത്തു. എനിക്ക് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് പറയാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പം അതിന് ഞാൻ ഇട്ടിരുന്ന ഒരു പ്രൊമോ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഒരു ഇതൊക്കെ ചെയ്തിരുന്നു. അപ്പം ഈ ഒരു എപ്പിസോഡിൻ്റെ ആ ഫോട്ടോയിൽ ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് എൻ്റെ ആ ഒരു ഫോട്ടോ ആയിരിക്കും. അത് ജസ്റ്റ് ഒരു റാൻഡം ക്ലിക്ക് ഞാനൊരു സെൽഫി എടുത്തതാണ്. അപ്പം ഈ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ ഈ പോഡ്കാസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിൽ പേജിലും ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആരും മോശമായിട്ടൊരു കാര്യമൊന്നും പറഞ്ഞൊന്നുമില്ല. എൻ്റെ സ്വന്തം ഇഷ്ടമാണല്ലോ. ഞാനൊരു എന്ത് വസ്ത്രം ധരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് ഇടുന്നുണ്ടോ ഇല്ലയോ, ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. അത് ഞാൻ ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ളത് അത് എൻ്റെ മാത്രം വ്യക്തിപരമായ കാര്യങ്ങളാണ്. കാരണം ഞാൻ മറ്റുള്ളവരെ പോയി ഉപദ്രവിച്ചുകൊണ്ടൊന്നും ചെയ്യുന്നില്ല. അപ്പം റാൻഡമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പം ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടത് കൊണ്ട് എൻ്റെ സ്വഭാവത്തെ മറ്റുള്ളവർ വേറൊരു രീതി ജഡ്ജ് ചെയ്യുന്നുണ്ടോ, അല്ലെ പുറത്ത് അങ്ങനെ നോക്കി കാണുന്നുണ്ടോ എന്ന് എനിക്ക് ചിന്തിക്കേണ്ടി വന്നിരിക്കുന്നു. ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ സംസാരിക്കുന്നത്, ഇതൊന്നുമല്ല നമ്മൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത് അത് എൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും തന്നെ വ്യക്തിപരമായ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അപ്പൊ അവരതിൽ സന്തോഷം കണ്ടെത്തുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മളും സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം ആ വ്യക്തി സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ സന്തോഷവതിയായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എനിക്ക് പെട്ടെന്ന് അതൊരു വിഷമം ഉണ്ടാക്കി. ഒരു ചെറിയ രീതിയിൽ എനിക്കൊരു വിഷമം തോന്നി. അതിനോടൊപ്പം എനിക്കൊരു ദേഷ്യവും തോന്നി ഈ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ. ഇനിയിപ്പം ആ വ്യക്തി ഞാൻ ഈ പറയുന്നത് കേട്ട് കഴിയുമ്പം അയാൾക്കിത് ഇല്ലാന്നുണ്ടായിരിക്കാം. പക്ഷെ അത് കുഴപ്പമില്ല. കാരണം ഈ ഒരു ടോപ്പിക്കിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ പ്രചോദനം തന്നത് ആ വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് കേൾക്കേണ്ടതും ഇത് മനസ്സിലാക്കേണ്ടതും ഒരു വ്യക്തി മാത്രമല്ല, ഈ സമൂഹത്തിൽ പല വ്യക്തികളുണ്ട്. നമ്മൾ പലരെയും ജഡ്ജ് ചെയ്യും പല ആംഗിളിൽ നിന്നുകൊണ്ട്. ഇവൾക്ക് ഏത് സമയം ഈ ഒരു കാര്യത്തിന് മാത്രമേ സമയമുള്ളൂ, അല്ലെങ്കിൽ ഇവൾ ഏത് സമയം ഇതിനു മുന്നിൽ തന്നെ കുത്തിയിരിക്കുകയാണോ എന്ന്. ഇതൊന്നുമല്ല, പലരും പല കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പുറത്തു നിന്ന് നോക്കുന്ന ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ അവര് നോക്കിക്കാണുന്ന ആ ഒരു കണ്ണുകളിൽ കൂടെ അവര് മനസ്സിലാക്കുന്നത് ഒരിക്കലും ശരിയായിരിക്കണമെന്നില്ല. അവരുടെ ആ ഒരു പെർസെപ്ഷൻ ശരിയായിരിക്കണമെന്നില്ല. ഇപ്പം കാര്യങ്ങൾ അറിയാതെ, കാര്യങ്ങളെ വ്യക്തതയോടുകൂടി കാണാതെ നമ്മൾ അഭിപ്രായം പാസ്സാക്കുമ്പം അത് എത്രമാത്രം മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറുമില്ല. നമ്മൾ അതിനെപ്പറ്റി ഒട്ടും ഇതുമില്ല. കാരണം നമ്മളുടെ പേഴ്സണൽ അഭിപ്രായം നമ്മൾ തുറന്നു പറയുമ്പം അതെങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ അത് അഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. ഞാൻ ഈ ലിപ്സ്റ്റിക്കിനെ പറ്റി മാത്രമല്ല കേട്ടോ പറയുന്നത്, ഞാൻ പൊതുവായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയും കൂടെ പറയുന്നത്. ലിപ്സ്റ്റിക്ക് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മളുടെ ഇഷ്ടമുള്ള സമയം കണ്ടെത്തി അത് ഇപ്പം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിളായിട്ട് താമസിക്കുന്ന വ്യക്തിക്ക്
ഉച്ചയ്ക്ക് ഇപ്പം അയാളുടെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന സമയം അയാൾക്ക് ഫ്രീ ടൈം കാണുമ്പോൾ വീട്ടിലെ മറ്റ് പല പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിലേക്ക് അയാൾക്ക് ഇഷ്ടമുള്ള പല ആക്ടിവിറ്റീസ്, ഇപ്പം ഒരാളെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് പണി ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്തുവാ നമുക്കിപ്പോൾ ഒരു പോഡ്കാസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ, അല്ലെങ്കിൽ മ്യൂസിക് കേട്ടോ, എന്ത് വേണേലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതൊരു പേഴ്സണൽ ഫ്രീഡമാണ് ഒരാളുടേത്. അതിനെ ആരും ജഡ്ജ് ചെയ്യുകയോ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് അയാളുടെ പ്രൈവസിയിൽ, അയാളുടെ പേഴ്സണൽ സ്പേസിൽ നിന്നുകൊണ്ട് അയാൾ ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫാമിലി ഉള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ, അത് ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ തന്നെ കാര്യം പറയാണ്. ഇപ്പം ഞാനിപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ഞാനിവിടെ തന്നെ ഇരിക്കുന്ന സമയത്ത് ശരിക്കും ബോറടിയാണ് നമ്മൾ തന്നെ ഇരിക്കുന്ന സമയത്ത്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ആരോട് സംസാരിക്കണമെന്നൊന്നുമില്ല. ആ ഒരു സമയത്ത് നമ്മളിപ്പം ഒരാളോട് സംസാരിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ, ഒരു വോയിസ് ഓവർ പ്ലാറ്റ്ഫോം പുതിയതായിട്ടുണ്ട്. ഞാനത് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ഉണ്ട്, ഇതൊക്കെ കേട്ടോണ്ടൊക്കെ ഞാൻ എൻ്റെ പണികൾ ചെയ്യാറുണ്ട്. പക്ഷെ അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നെന്ന് പറയുന്നത് എൻ്റെ സ്വന്തം സമയത്ത്, അല്ലെങ്കിൽ അത് മറ്റുള്ളവർ അവർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തമായിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് അവരുടെ സൗകര്യമാണ്, അല്ലെങ്കിൽ അത് അവരുടെ പേഴ്സണൽ സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്പേസിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതില് നമ്മൾ ഒരിക്കലും അതിനെ ജഡ്ജ്മെന്റൽ ആയിട്ട് കാണേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്ക് എതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം, അല്ലെ? അത് ഡയറക്റ്റ് ആയിട്ട് ആ വ്യക്തിയുടെ അടുത്ത് പറയാം. കാരണം ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്കത് പറയാം. പക്ഷെ നമ്മളുടെ വേറൊരു ഇപ്പം നാട്ടുകാരുടെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ അയൽവക്കത്തെ വീട്ടിലോട്ടോ ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ പോയി അവരുടെ മെക്കിട്ട് കയറുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ കാര്യം നോക്കി ജീവിക്കുക. എന്തിനു മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കണം? ആ ഒരു കാര്യമാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പൊ ലിപ്സ്റ്റിക്ക് തുടങ്ങിയെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജാണ് ഇന്ന് പറയാൻ തോന്നിയത്. കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. പലർക്കും അത് നെഗറ്റീവായിട്ട് തോന്നിയെന്നിരിക്കാം. പക്ഷെ എനിക്ക് തോന്നി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഓരോരുത്തരുടെ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് അത് ആ വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അത് അവരുടേത് മാത്രമാണ്. അതിലേക്ക് അനാവശ്യമായിട്ട് മറ്റുള്ളവർ കടന്നു ചെല്ലാതിരിക്കുക എന്നുള്ള ആ ഒരു മെസ്സേജാണ് ശരിക്കും എനിക്ക് ഈ ഒരു ഇതിൽ കൂടെ കൺവേ ചെയ്യാനുണ്ടായിരുന്നത്. അത് എൻ്റെ വ്യക്തിപരമായ മാത്രമുള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ എല്ലാവരും ഇന്നത്തെ നമ്മുടെ ലിപ്സ്റ്റിക് സ്റ്റോറി എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഈ പോഡ്കാസ്റ്റ് ബൈ നിഷ ജോർജ്, ആങ്കർ, തീർച്ചയായിട്ടും എല്ലാവരും പോഡ്കാസ്റ്റ് ബൈ നിഷ ജോർജ്, സ്പോട്ടിഫൈ, ആങ്കർ, അതുപോലെ തന്നെ ഗൂഗിൾ ആൻഡ് ആപ്പിൾ പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സജഷൻസ് തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു so much for listening to me. You all have a wonderful day. This is Nisha signing off from Melbourne. Bye bye.